ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇർഷിദാസ് മെഡ്പോളിയോ. ഇങ്ങനെ ഒരു ഇൻട്രോ തന്ന് വീഡിയോ ഇട്ടിട്ട് തന്നെ കുറച്ച് കാലമായിട്ടോ. യൂഷ്വലി നമ്മൾ എന്തെങ്കിലും മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസോ അല്ലെങ്കിൽ കുട്ടി കുട്ടി ട്രാവൽ വ്ലോഗ്സോ കാര്യങ്ങളൊക്കെയാണ് പോസ്റ്റ് ചെയ്യാറുള്ളത്. ഇന്ന് അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി എന്നൊരു സബ്ജക്റ്റിൽ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. കണ്ടന്റ് വേറെ ഒന്നുമല്ല, നമ്മുടെ യൂട്യൂബ് ചാനൽ. ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് മാസങ്ങളായിട്ടോ, കുറച്ചധികം മാസങ്ങളായി. യൂഷ്വലി നമ്മളൊരു ചാനൽ തുടങ്ങുമ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ ഫ്രണ്ട്സിനെയും ഫാമിലി റിലേറ്റീവ്സിനെയാണല്ലോ അപ്രോച്ച് ചെയ്യുന്നത്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് അവർ തന്നെയാണ് വരുന്നത്. ഞങ്ങളുടെ കേസിലും അങ്ങനെ തന്നെയായിരുന്നു. നമ്മുടെ ഫ്രണ്ട് സർക്കിൾ ആൻഡ് ഫാമിലി ഫ്രണ്ട്സ് അവരൊക്കെയാണ് ഇപ്പോഴും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളത്, അവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം തന്നെ നമ്മളുമായിട്ടൊരു പേഴ്സണൽ കണക്ഷൻസ് കീപ്പ് ചെയ്യുന്നവരായിരിക്കും. നമ്മൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാവാറുണ്ട്. ഈ ഒരു സമയത്ത് ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഒരു സമയത്ത് ഇപ്പം അത്രത്തോളം ഇല്ല, കാരണം നമ്മളും വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം തന്നെ നമ്മളുമായിട്ടൊരു പേഴ്സണൽ കണക്ഷൻസ് കീപ്പ് ചെയ്യുന്നവരായിരിക്കും. നമ്മൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാവാറുണ്ട്. ഈ ഒരു സമയത്ത് ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഒരു സമയത്ത് ഇപ്പം അത്രത്തോളം ഇല്ല, കാരണം നമ്മളും വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നില്ല. അപ്പം നമ്മൾ ഈ സമയത്ത് ആദ്യകാലങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരുന്ന ഒരു ചോദ്യമാണ്, യൂട്യൂബ് ഏർണിങ്സ് ആയോ, എത്ര കിട്ടുന്നുണ്ട്, പിന്നെ നല്ല പൈസ കിട്ടുന്നുണ്ടോ അവർക്ക്, എന്നാൽ ഒരു ചാനൽ തുടങ്ങാം എന്നുള്ള രീതിയിലൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി എന്ന് പറഞ്ഞത് കേട്ടോ. ഇങ്ങനെയുള്ള ഒരു ചോദ്യം വരുമ്പോഴേ നമുക്കറിയാം, എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് യൂട്യൂബിൽ നിന്ന് പെട്ടെന്ന് തന്നെ നല്ലൊരു വരുമാനം കിട്ടുന്നുണ്ട് എന്നുള്ളൊരു തോട്ട്സിലായിരിക്കുമല്ലോ നമ്മൾ പലപ്പോഴും ചോദിക്കുന്നത്. ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു, യൂട്യൂബ് ഏർണിങ്സ് എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ചാനൽ റീച്ച് ആവുക എന്നുള്ളത് പോലും നമ്മുടെ വർക്കിനനുസരിച്ച്, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം എഫേർട്ട് അതിന് ഇടുന്നു എന്നതിനനുസരിച്ചിരിക്കും. അതിനുശേഷമേ പിന്നെ ഏർണിങ്സിനെ കുറിച്ച് ചിന്തിക്കേണ്ടതുള്ളൂ എന്നെല്ലാം നമുക്കൊരു ധാരണയുണ്ടായിരുന്നു. ഞങ്ങൾ ഈ ചാനൽ തുടങ്ങിയതിന് പിന്നിലുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്, ഒബ്വിയസ്ലി ഞങ്ങൾ രണ്ടുപേരും മെഡിക്കൽ ഫീൽഡിലുള്ള ആളുകളാണ്. ഞങ്ങൾ രണ്ടുപേരും ഈ ഫീൽഡിൽ ബിഗിനേഴ്സാണ്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മെഡിക്കൽ ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ഒരു അഡ്വൈസ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഏറ്റവും ആദ്യം ഏത് ഡോക്ടറെ പ്രിഫർ ചെയ്യും? ഒബ്വിയസ്ലി നമ്മൾ ഏറ്റവും കൂടുതൽ പറഞ്ഞ് പരിചിതമായിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആണെന്ന് നമുക്ക് തോന്നുന്ന ഡോക്ടർമാരെ ആയിരിക്കും നമ്മൾ കൂടുതലും അപ്രോച്ച് ചെയ്യുന്നത്. ഇതാണ് ജനറലി എല്ലായിടത്തും എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്, അങ്ങനെ തന്നെയാണ്. അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളെ പബ്ലിക്കിനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനലായിരുന്നു ഇത്. നമുക്കറിയാം, ഞങ്ങൾ കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു ഹൈപ്പ് വരാൻ ചാൻസ് ഇല്ല എന്നുള്ള ഒരു കാര്യം നമുക്കറിയായിരുന്നു. അതുകൊണ്ട് തന്നെ യൂട്യൂബ് ഏർണിങ്സിനെ പറ്റി നമ്മൾ കൂടുതൽ കൺസേൺ ആയിരുന്നില്ല. നമ്മൾ ആ ചാനലിന് വേണ്ടി കൂടുതൽ എഫേർട്ട് ഇട്ടിട്ടുമില്ല. നിങ്ങൾക്കറിയാം, നമ്മുടെ ചാനൽ എടുത്ത് നോക്കിയാൽ നമുക്കൊരു 1000+ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അത് കൂടുതലും നമ്മുടെ ഫ്രണ്ട്സ് ഫാമിലി സർക്കിളിലുള്ള ആളുകൾ തന്നെയാണ്. അതിനുശേഷം ആദ്യമൊക്കെ എന്നും റെഗുലറായിട്ട് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അത്യാവശ്യം വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പം ഇടയിൽ കുറച്ച് ബ്രേക്ക് വന്നതുകൊണ്ട് തന്നെ വല്ലപ്പോഴും പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് കാണുന്ന ആളുകൾ വളരെ കുറവാണ്. യൂട്യൂബിൽ നിന്നും നമുക്ക് വരുമാനം കിട്ടി തുടങ്ങണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ കഴിയണം. അതിനുശേഷമേ നമുക്ക് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ യൂട്യൂബ് തരുന്നുള്ളൂ. അതിന് വേണ്ട ഏറ്റവും മിനിമം ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 1000 സബ്സ്ക്രൈബേഴ്സും 4000, അതായത് 4000 മണിക്കൂർ വാച്ച് അവേഴ്സുമാണ് വേണ്ടത്. അതിൽ 1000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളത് നമ്മുടെ ചാനലിന് ആയി കഴിഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ 4000 മണിക്കൂർ വാച്ച് അവർ നേടുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മുടെ ചാനലിൽ ചില വീഡിയോസ്, ആദ്യം പോസ്റ്റ് ചെയ്ത വീഡിയോസൊക്കെ ഒരു നിയർ 10,000 വ്യൂസ് ഒക്കെ ആയിട്ടുണ്ട്. എന്നാൽ പോലും നമ്മുടെ വാച്ച് അവേഴ്സ് വളരെ കുറവാണ്, ഒരു നിയർലി 1000 അവേഴ്സ് ഒക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ ഇത് 4000 മണിക്കൂർ ആക്കുക എന്ന് പറയുന്നത് ഒരു ബിഗിനേഴ്സിനെ സംബന്ധിച്ച് അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ 4000 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് വരുമാനത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി എന്ന് പറഞ്ഞത്.
പലരും വിചാരിക്കുന്നത് കുറച്ച് ഒരു വ്യൂവേഴ്സോ അല്ലെങ്കിൽ കുറച്ച് 1000 സബ്സ്ക്രൈബേഴ്സോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല വരുമാനം കിട്ടും എന്നുള്ള ഒരു തോട്ട് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ഈ ക്രൈറ്റീരിയാസ് ഒക്കെ കഴിഞ്ഞാൽ മാത്രമേ പേയ്മെന്റിനെ കുറിച്ച് നമ്മൾ അറിയുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ അതിനെപ്പറ്റി കൂടുതൽ ചിന്തിച്ചിട്ടില്ല. ഇപ്പൊ യൂട്യൂബ് വരുമാനം കിട്ടിത്തുടങ്ങിയാൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ എന്തായാലും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ അതിന് ഈ ഒരു സ്റ്റേജ് ഒക്കെ നമ്മൾ കടക്കേണ്ടതായിട്ടുണ്ട്. അതിന് നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.